ഒരു ബിസിനസ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ബിസിനസ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് തിരഞ്ഞെടുത്ത ശേഷം പിന്നെ ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചെറിയ ബിസിനസ് അല്ല, എന്തിനാണ് ആ പ്രൊജക്റ്റ് എന്നൊക്കെ. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളുടെ ബിസിനസ് വലുതായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, നിർബന്ധമായിട്ടും അതിനൊരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കണം. കാരണം ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വഴികാട്ടിയാണ്. ആ കറക്റ്റ് നമ്മുടെ വഴിയിൽ കൂടി തന്നെയാണോ നമ്മൾ നടക്കുന്നത്, എവിടെയെങ്കിലും നമുക്ക് വഴി തെറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും മിസ് ചെയ്യരുത്. പ്രൊജക്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. എന്നാൽ പല പ്രൊജക്റ്റുകളിലും മിസ്സായി കാണാറുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഇവിടെ സൂചിപ്പിക്കാം. അത് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ്. മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ്. പലതിലും പ്രൊഡക്ഷൻ കോസ്റ്റ് വരെ കറക്റ്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ തുള്ളലാണ് മാർക്കറ്റ് പ്രൈസിലേക്ക്. എന്നിട്ട് ഈ മാർക്കറ്റ് പ്രൈസും പ്രൊഡക്ഷൻ കോസ്റ്റും തമ്മിലുള്ള അന്തരം ലാഭമായിട്ട് പ്രൊജക്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയല്ല, ഈ ഉണ്ടാക്കിയ ഉൽപ്പന്നം നമുക്ക് തീർക്കണമെങ്കിൽ, വിറ്റഴിക്കണമെങ്കിൽ തീർച്ചയായും അതിനൊരു എക്സ്പെൻസ് വരും. ആ എക്സ്പെൻസ് നമ്മൾ കൺസിഡർ ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ എത്രയാണോ അവരുടെ ഉൽപ്പാദന ചെലവ് ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ വരുന്നത്, അത്രയും എമൗണ്ട് തന്നെ ഒരു മാർക്കറ്റിംഗ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവരൊരു പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെയൊക്കെ മൊത്തം എക്സ്പെൻസിൻ്റെ പാതിയും വരുന്നത് മാർക്കറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ളത് നിങ്ങളുടെ പ്രോജക്റ്റിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി ഉറപ്പ് വരുത്തണം. പ്രോജക്റ്റ് എപ്പോഴും ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പ്രോജക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റുകയുള്ളൂ.